ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളിൽ കൂടുതൽ പേരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കൺഫെഷണൽ പോയിട്രി മൂവ്മെൻറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ സിൽവിയ പ്ലാത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ ലിറ്റററി കരിയറിനെ കുറിച്ചല്ല, പക്ഷേ അവരുടെ പേഴ്സണൽ ജീവിതത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു സിൽവിയ പ്ലാത്തിൻ്റെതെന്ന് നമുക്ക് പറയാം. മസാച്യുസെറ്റ്സിൽ ജനിച്ച അവർ കേംബ്രിഡ്ജിലെ ന്യൂഹാം കോളേജിലും സ്മിത്ത് കോളേജിലും പഠനം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. 1956 ടെഡ് ഹ്യൂഗ്സ് എന്ന സഹപ്രവർത്തകനെ വിവാഹം ചെയ്തതിന് ശേഷം ഇംഗ്ലണ്ടിൽ താമസമാക്കി. ഫ്രീഡ, നിക്കോളാസ് എന്നിങ്ങനെ 2 കുട്ടികൾ ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ പ്രസിദ്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഒറ്റ നോട്ടത്തിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് മറ്റുള്ളവർ കരുതുന്നൊരു ജീവിതം നയിച്ചിരുന്നെങ്കിലും 1963 അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർക്ക് വെറും 30 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ബെൽജാർ, ഏരിയൽ എന്നിങ്ങനെ വളരെ ശ്രദ്ധേയമായ രചനകളുടെ എഴുത്തുകാരിയായിരുന്ന അവർക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? 8ാം വയസ്സിലാണ് സിൽവിയ പ്ലാത്തിൻ്റെ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിക്കുന്നത്. കോളേജ് പഠന സമയത്ത് ഡില്ലൻ തോമസ് എന്ന എഴുത്തുകാരനെ അവർ വളരെയധികം ആരാധിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാൻ അവർ പല ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനും ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് നോക്കാൻ അവർ സ്വന്തം കാലുകളിൽ മുറിവേൽപ്പിച്ചു. വിഷാദരോഗത്തെ തുടർന്ന് 1953 ഓഗസ്റ്റ് 24 പ്ലാത്ത് ആദ്യത്തെ ആത്മഹത്യാ ശ്രമം നടത്തി. എന്നാൽ ആ ശ്രമത്തെ അവർ അതിജീവിച്ചു. പിന്നീടുള്ള 6 മാസം പ്ലാത്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ചെലവഴിച്ചത്. റൂത്ത് ബ്യൂഷറിന്റെ പരിചരണത്തിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് അടക്കം അവർ സ്വീകരിച്ചു. എഴുത്തുകാരിയായ ഒലിവ് ഹിഗിൻസ് ആണ് പ്ലാത്തിന്റെ ആശുപത്രിയിലെ താമസത്തിനും ചിലവിനുമുള്ള പണം നൽകിയത്. പിന്നീട് ആ മാനസിക തകർച്ചയിൽ നിന്ന് പ്ലാത്ത് സുഖം പ്രാപിക്കുകയും തിരികെ കോളേജിലേക്ക് മടങ്ങുകയും ചെയ്തു. 1956 ഫെബ്രുവരി 25 പ്ലാത്ത് കവിയായ ടെഡ് ഹ്യൂസിനെ കണ്ടുമുട്ടിയത്. 1956 ജൂൺ 16 ലൂസ്ബെറിയിലെ സെന്റ് ജോർജിൽ വെച്ച് അവർ വിവാഹിതരാവുകയും ചെയ്തു. 1957 ജൂണിൽ അവർ അമേരിക്കയിലേക്ക് താമസം മാറ്റി. 1958 അവർ ബോസ്റ്റണിലേക്ക് താമസം മാറുകയും ചെയ്തു. പിന്നീട് തൻ്റെ വിഷാദത്തെക്കുറിച്ചും ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചുമെല്ലാം അവർ തുറന്നെഴുതാൻ ആരംഭിച്ചു. അതിനടുത്ത വർഷം ഡിസംബറിൽ പ്ലാത്തും ടെഡും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. അവരുടെ ആദ്യ മകൾ ഫ്രീഡ 1960 ഏപ്രിൽ 1 ജനിച്ചത്. അതിനടുത്ത വർഷം ഫെബ്രുവരിയിൽ അവരുടെ 2ാമത്തെ ഗർഭം അലസുകയും ചെയ്തു. ഗർഭം അലസുന്നതിനും 2 ദിവസം മുൻപ് ഹ്യൂസ് തന്നെ തല്ലിയതായി പ്ലാത്ത് തന്റെ തെറാപ്പിസ്റ്റിന് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. അതിനടുത്ത വർഷം ജനുവരിയിലാണ് നിക്കോളാസ് എന്ന മകൻ ജനിക്കുന്നത്. ജൂണിൽ പ്ലാത്ത് ഒരു കാർ അപകടത്തിൽ പെടുകയും പിന്നീട് അതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നെന്ന് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. 1962 ജൂലൈയിൽ ഹ്യൂസിന് വെവിൽ എന്ന സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പ്ലാത്ത് കണ്ടെത്തുകയും സെപ്റ്റംബറിൽ അവർ വേർപിരിയുകയും ചെയ്തു. 1963 ജനുവരിയിൽ പ്ലാത്ത് തന്റെ ജനറൽ പ്രാക്ടീഷണറായ ജോൺ ഹോഡനുമായി വിഷാദരോഗത്തെക്കുറിച്ചും 6-7 മാസമായി അത് തുടരുകയാണെന്നും ജോലി പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത് വഷളായി മാറിയിട്ടുണ്ടെന്നും പറയുന്നു. നിരന്തരമായ ആത്മഹത്യാ ചിന്തകളും ഉറക്കമില്ലായ്മയും അവരെ അലട്ടി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 9 കിലോയോളം അവരുടെ ശരീരഭാരം കുറഞ്ഞു. ആത്മഹത്യ ചെയ്യുന്നതിനും ഏതാനും ദിവസം മുൻപ് ഹോഡൻ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ലിവ് ഇൻ നഴ്സിനെ ഏർപ്പാടാക്കുകയാണ് ഹോഡൻ പിന്നീട് ചെയ്യുന്നത്. 1963 ഫെബ്രുവരി 11 9 മണിക്ക് പ്ലാത്തിന്റെ കുട്ടികളുടെ പരിചരണത്തിനായി നഴ്സ് എത്തേണ്ടതായിരുന്നു. അവർ എത്തിയപ്പോൾ ഫ്ലാറ്റിലേക്ക് കയറാൻ കഴിയാതെ വരികയും അതുകൊണ്ട് ഒരു ജോലിക്കാരന്റെ സഹായത്തോടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അപ്പോഴാണ് തന്റെ തല പ്ലാത്ത് ഓവനിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അവർക്കും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്കുമിടയിലെ മുറികൾ ടേപ്പും ടവലുകളും തുണികളും ഉപയോഗിച്ച് അടച്ചിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കാർബൺ മോണോക്സൈഡ് വിഷബാധ മൂലമുള്ള ആത്മഹത്യയാണെന്ന് കണ്ടെത്തി. പ്ലാത്തിന്റെ മകൾ ഫ്രീഡ ഹ്യൂസ് ഒരു എഴുത്തുകാരിയും കലാകാരിയുമാണ്. അവരുടെ മകൻ നിക്കോളാസ് ഹ്യൂസ് 2009 മാർച്ച് 16 വിഷാദരോഗത്തെ തുടർന്ന് അലാസ്കയിലുള്ള തൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. വളരെയധികം മാനസിക പ്രശ്നങ്ങൾക്കും വിഷാദ ചിന്തകൾക്കുമിടയിൽ വലഞ്ഞിരുന്ന പ്ലാത്ത്
പക്ഷേ സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ എഴുതിയിട്ടുള്ള കൺഫെഷണൽ പോയട്രിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതകളാണ് ആളുകൾക്ക് മുന്നിൽ വരുന്നത്. നിങ്ങൾക്ക് സിൽവിയ പ്ലാത്തിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അവരുടെ ജീവിതത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.